6 കൊല്ലം മുന്നേ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പല ഫോറിൻ യൂട്യൂബേഴ്സും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള ഒരു മൈക്കായിരുന്നു റോഡ് വയർലെസ് ഗോ. അതേപോലെ ഇന്ത്യൻ യൂട്യൂബേഴ്സിനൊക്കെ വീഡിയോ കാണുമ്പോൾ ആരുടെങ്കിലും കയ്യിൽ റോഡിൻ്റെ മൈക്ക് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് വാങ്ങിക്കണം. കാരണം അത്ര എളുപ്പത്തിലൊന്നും ഇന്ത്യയിൽ കിട്ടില്ല, പുറത്തുനിന്നൊക്കെ വരച്ച് ചേർന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ റോഡ് മൈക്കുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ആമസോണിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മൈക്കാണ് ഇത് റോഡ് വയർലെസ് ഗോ ജനറേഷൻ 3. മുകളിലായിട്ട് വയർലെസ് ഗോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ജനറേഷൻ 3 ആണ്. നോക്കാം, ജനറേഷൻ 1ഉം 2ഉം ഉണ്ട്. 1ലും 2ലും ഇല്ലാത്ത ഒരു കീ ഫീച്ചർ ജനറേഷൻ 3ലുണ്ട്. ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ പടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ബോക്സിനകത്ത് റോഡിൻ്റെ 2 ട്രാൻസ്മിറ്റേഴ്സ് ആണ് വരുന്നത്. യെസ്, നിങ്ങളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ഒക്കെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പേർക്കും കൂടി ഉപയോഗിക്കാനായിട്ട് 2 മൈക്ക്, 2 ട്രാൻസ്മിറ്റേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു റിസീവർ കിട്ടുന്നുണ്ട്. അതേപോലെ ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു റെഡ് കളറിലുള്ള ഒരു 3.5 mm ഒരു കേബിൾ വരുന്നുണ്ട്. ഒരു USB-C ടു ലൈറ്റ്നിങ് പോർട്ടുള്ള കേബിൾ വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പഴയ ലൈറ്റ്നിങ് പോർട്ടുള്ള ഐഫോൺസ് ആണ് ഉണ്ട് എന്നുള്ളെങ്കിൽ അതിൽ കുത്താൻ വേണ്ടിയും. അതേപോലെ ഒരു USB Type-C ടു Type-C കേബിളും ഉണ്ട്. ഞാൻ യുണീക്ക് ആയിട്ടുള്ള ഒരു ചാർജിങ് സ്റ്റിക്കാണ്. ഇതൊരു USB-C ഹബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. 3 Type-C പോർട്ട് ഇവിടെ ഉണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ചാർജർ കുത്താനുള്ള സാധനമുണ്ട്. അതേപോലെ വിൻഡ് നോയ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പഞ്ഞി കഷ്ണം, ഫർ എന്നൊക്കെ പറയാമല്ലോ, മൈക്കിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന, അത് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും കൂടെ വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ മൈക്ക് കുറച്ച് ഗ്ലോസി ആണ് ടോപ്പ് പോർഷൻ, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഞാൻ വാങ്ങിച്ചേക്കുന്ന ക്ലാസിക് ബ്ലാക്ക് ആയിട്ടുള്ള കളറാണ്. ബിക്കോസ് യെസ്, എന്തൊരു ഔട്ട്ഫിറ്റിന്റെ കൂടെയും ആ ഒരു ബ്ലാക്ക് പോവും. ഞാൻ വേറൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ വയർലെസ് ഗോ മൈക്രോ എന്ന് പറഞ്ഞാൽ ഫോണിൽ കൂടെ കുത്തിയിട്ട് എടുക്കാൻ വേണ്ടി അതാ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റെഡ് കളറാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ പല ആൾക്കാരും വീഡിയോയിൽ അത് എടുത്ത് കാണുന്നുണ്ട്, ഒരു റെഡ് കളർ പല ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം ഒരു ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലെയുണ്ട്. പക്ഷേ തെറിച്ച് നിൽക്കുന്ന കളേഴ്സിൽ ഇത് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ സൈറ്റിൽ നോക്കിയ സമയത്ത് ബ്ലാക്കും വൈറ്റും മാത്രമല്ല, എന്തോരം കളേഴ്സിലാണ് കിട്ടുന്നത് നോക്കിയേ. ഈ നിയോൺ ഗ്രീൻ കളറൊക്കെ ആരാടാ വാങ്ങിക്കുന്നത്? എന്തായാലും എത്ര കളർ ഉണ്ട് എന്ന് നിങ്ങൾ സമയം പോലെ എണ്ണിക്കോ. എന്തായാലും ട്രാൻസ്മിറ്ററിൻ്റെ ഫിസിക്കൽ ഓരോ നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഗ്ലോസി ഫിനിഷിൽ റോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് വയർലെസ് ഗോ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. റൈറ്റിലായിട്ട് നിങ്ങൾക്ക് USB Type-C പോർട്ട് കാണുന്നുണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. മുകളിലായിട്ട് ഇത് മിഡിലാണ് മൈക്ക് വരുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് മറ്റേ 3.5 mm ജാക്കാണ്. നിങ്ങൾക്ക് വയറുള്ള ലാവ് മൈക്കൊക്കെ കുത്താനായിട്ട് അത് യൂസ് ചെയ്യാം. അത് കുത്താനുള്ള ഹെഡ്ഫോൺ ജാക്ക് മാത്രമല്ല, അതിലൊരു ത്രെഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ, ഒരിക്കലും ഊരി പോവാതിരിക്കാനുള്ള രീതിക്ക് ആക്കാൻ വേണ്ടി. ആൻഡ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ബട്ടണും കൂടെ വരുന്നുണ്ട്. അതാണ് Gen 3ൻ്റെ ഒരു പ്രത്യേകത. സംഭവം എന്താ വെച്ചാൽ ഇത് ഒരു റെക്കോർഡിംഗ് ബട്ടണാണ്. ബേസിക്കലി ഇതിനകത്ത് തന്നെ മെമ്മറി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മൈക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇത് ക്യാമറയുമായിട്ട് കണക്റ്റഡ് ആണ്. ക്യാമറയിൽ ഓൾറെഡി ഇത് വയർലെസ്ലി റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതൊരു ബാക്കപ്പിന് വേണ്ടി എനിക്കിതാ ഇതിനകത്ത് തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഈ ലൈറ്റ് റെക്ക് എന്ന് പറഞ്ഞ് ചെയ്തേക്കുന്ന ഈ ലൈറ്റ് റെഡ് കളർ കത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഹൈ ക്വാളിറ്റിയിൽ ഓഡിയോ റെക്കോർഡ് ആവും. അതും 32 ബിറ്റ് ഫ്ലോട്ടിൽ. ഏകദേശം എനിക്ക് ഒന്ന് 40-41 മണിക്കൂറോളം ഇതിനകത്ത് ഹൈ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. റെക്കോർഡിങ്ങിന് ശേഷം ഇതിൻ്റെ ഫയൽ എടുക്കണമെങ്കിൽ ഇതാ ഈ സൈഡിലുള്ള USB പോർട്ടില്ലേ, അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെൻ ഡ്രൈവ് അല്ലെങ്കിൽ SSD ഒക്കെ കുത്തിയ പോലെ ഫയൽസ് എല്ലാം അവിടെ കാണും. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു വട്ടം അമർത്താം, സ്റ്റോപ്പ് ചെയ്യാൻ വീണ്ടും ഒരു വട്ടം അമർത്തിയാൽ മതി. ആൻഡ് സേവ് ആവുന്ന ഫയൽസ് എല്ലാം WAV അഥവാ വേവ് ഫോർമാറ്റിലാണ്. ഭയങ്കര ഹൈ ക്വാളിറ്റി ആൻഡ് ഹൈ ഫയൽ സൈസിലുള്ള ഫയലാണ്. ഇപ്പോൾ പലപ്പോഴും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. എവിടെയെങ്കിലൊക്കെ നമ്മളിങ്ങനെ വയർലെസ്സിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്ലിപ്പായി പോകുവാണെങ്കിൽ ആ സ്ഥലത്തുള്ള ഡേറ്റ റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ ഒന്നുമില്ല, പെട്ടെന്ന് ഫോണിൽ എടുക്കുവാണ്, എനിക്ക് ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുക, സംസാരിക്കുക, ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതിലുള്ള ഫുട്ടേജ് പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിലുള്ള ക്ലിപ്പാണ് കൊടുത്തിരിക്കുന്നത് ടീഷർട്ട് മേൽ കൊടുത്താനായിട്ട്. ഞാൻ മാഗ്നറ്റിക് പരിപാടി പ്രതീക്ഷിച്ചു, മാഗ്നറ്റ് ഇല്ല. ഇപ്പോഴും പഴയ ക്ലിപ്പ് പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ ടീഷർട്ട്, എൻ്റെ ടീഷർട്ട് കുറച്ച് ലൂസാണെങ്കിൽ ഇത് ക്ലിപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാപ്പൊക്കെ വെക്കുകയാണെങ്കിൽ ക്യാപ്പ് മേലൊക്കെ ഇതിങ്ങനെ കൊളുത്തി വെക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ബട്ട് മാഗ്നറ്റും കൂടി കൊടുക്കാമായിരുന്നു ഈസ് വാട്ട് ഐ ഫെൽറ്റ്. കാരണം ഉള്ളിൽ ഇങ്ങനെ വെച്ച് റെക്കോർഡ് ചെയ്യാനായിട്ട് അത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. ഇതിന് മുകളിലായിട്ട് വിൻഡ് മഫ് നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചത് തിരിക്കാനുള്ള ഡയറക്ഷൻ ആയിട്ടുണ്ട്. ആ ഒരു ഡയറക്ഷനിലേക്ക് തിരിച്ച് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇനി റിസീവറിനും ഏകദേശം സെയിം ഷേപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ആകെ വ്യത്യാസം ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്കൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇപ്പോൾ ആ ഡിസ്പ്ലേക്കകത്ത് ഇത് ഓൺ ആക്കുമ്പോൾ തന്നെ ഈ 2 മൈക്കും കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കാണിക്കില്ല. ഇനി ഫസ്റ്റും സെക്കൻഡും ട്രാൻസ്മിറ്റേഴ്സ് ഓൺ ആക്കുമ്പോൾ അവിടെ 1, 2 എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്മിറ്റേഴ്സ് കാണിക്കും. അതിൽ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ലെവൽസ് എത്രയാണ് എന്നവിടെ മാറും. മുകളിലായിട്ടാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. താഴെയായിട്ട് നിങ്ങൾക്ക് 2 ബട്ടൺ കാണാം. ഒരു ബട്ടൺ മെനുവും മറ്റേ ബട്ടൺ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇനി ഈ 3rd ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഗെയിൻ അസിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ഒരു ഗെയിൻ അസിസ്റ്റിന് വേണ്ടി തന്നെയാണ് പ്രൈമറി ആയിട്ട് വാങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, സ്റ്റുഡിയോയ്ക്കകത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ വേരിയേഷൻ ഒന്നുമില്ല എൻ്റെ ശബ്ദത്തിന്. കാരണം ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവറോൺമെൻ്റ് ആണ്. പക്ഷേ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റോർ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കും, ചിലപ്പോൾ ഒച്ച കുറച്ച് സംസാരിക്കും, ചിലപ്പോൾ നമ്മുടെ ഒച്ച കുറവായിരിക്കും, കൂടുതലായിരിക്കും. എന്നാൽ ഈ ഒരു ഗെയിൻ അസിസ്റ്റ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് 2 മോഡുണ്ട്. ഓട്ടോയും ഉണ്ട്,
ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. ഇതിൽ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പെട്ടെന്ന് ശബ്ദം കൂട്ടി സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു കട്ടായി പോകാതിരിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒച്ച കുറയ്ക്കുകയും നമ്മൾ ശബ്ദം കുറച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടുകയും ചെയ്യും. ഇപ്പോൾ മൈക്രോഫോൺ ഓട്ടോ മോഡലാണ്. ഞാൻ പെട്ടെന്ന് ശബ്ദം കൂട്ടി സംസാരിക്കുകയാണെങ്കിൽ പോലും, ഞാൻ ശബ്ദം കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും അത് ഓൾമോസ്റ്റ് ഒരേ ലെവലിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓട്ടോ മോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവാണ്. സോ നിങ്ങൾ നിലവിളിച്ചൊക്കെ ശബ്ദം എടുത്തിട്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് അത് ഇങ്ങനെ പെട്ടെന്ന് ശബ്ദം കുറയ്ക്കുന്നത് ഫീൽ ചെയ്യും. എന്നാൽ ഡൈനാമിക് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, അത് കുറച്ചുകൂടി നാച്ചുറലാണ്. അത് എന്താ പറയുക, ഒച്ച കുറയുമ്പോൾ അത് കൂട്ടുക, അതേപോലെ ഒച്ച കൂടുമ്പോൾ അത് കുറയ്ക്കുക എന്നുള്ള രീതിക്കല്ല. ഒച്ച കുറച്ച് സംസാരിച്ചാൽ ലേശം കൂട്ടുക, ഒച്ച കൂട്ടി സംസാരിച്ചാൽ ലേശം കുറയ്ക്കുക, കുറച്ചുകൂടി അഗ്രസീവ് അല്ലാതിരിക്കുമ്പോൾ ഒന്ന് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ മൈക്രോഫോൺ ഡൈനാമിക് മോഡിലാണ്. ഞാൻ ശബ്ദം കൂട്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ ശബ്ദം കുറച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. സോ ഓട്ടോയിൽ നിന്നും ഡൈനാമിക്കിൽ എന്താണ് വ്യത്യാസം തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഗെയിൻ അസിസ്റ്റ് പരിപാടി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ട്രാൻസ്മിറ്ററും റിസീവർ കുത്തിയിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. അല്ലാതെ ട്രാൻസ്മിറ്ററിൻ്റെ ഉള്ളിൽ തന്നെ റെക്കോർഡ് ആവുന്നതിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. പിന്നെ ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചില ക്യാമറ മോഡൽസിൽ ഇത് കുത്തി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്യാമറ ഓൺ ആക്കുമ്പോൾ ആ ഒരു ഡിവൈസ് ഓൺ ആവുകയും ക്യാമറ ഓഫ് ആക്കുമ്പോൾ നമ്മുടെ റിസീവർ ഓഫ് ആവുകയും ചെയ്യും കേട്ടോ. ആ ഒരു ഓട്ടോ ഓൺ ഓഫ് പരിപാടി ഉണ്ട്. നമ്മുടെ ക്ലിപ്പിൻ്റെ പരിപാടി ക്യാമറയുടെ മേളിലേക്ക് സ്ലൈഡ് ചെയ്ത് വെക്കാൻ പാകത്തിനാണ് ആ ഒരു സൈസാണ് വന്നേക്കുന്നത്, ആ ഒരു കോൾഡ് ഷൂ മൗണ്ടിന്റെ. ഇനി ഇത് തമ്മിൽ കണക്ട് ആവുന്നത് 2.4 GHz വയർലെസ് കണക്ഷൻ ആണ്. സോ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ ആണ്. ഇനി എത്ര ദൂരം വരെ നമുക്ക് കട്ടാവാതെ കിട്ടുമെന്ന് വെച്ചാൽ ഏകദേശം 260 മീറ്റർ ആണ് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ്. അതായത് തമ്മിലിടയിൽ വേറെ ഇൻട്രപ്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 260 മീറ്റർ പുറകെ പോയി നിന്ന് സംസാരിച്ച് കഴിഞ്ഞാലും ഓഡിയോ കട്ടാവാതെ റെക്കോർഡ് ആവും എന്നുള്ളതാണ്. ബട്ട് ഞാൻ ഒരു കാര്യം സജസ്റ്റ് ചെയ്യാം, 260 മീറ്റർ അങ്ങനെ പോയി നിങ്ങൾ ട്രൈ ചെയ്യുന്നതിലും ഭേദം ഓൺ ബോർഡ് റെക്കോർഡിംഗ് ഉണ്ടല്ലോ, എപ്പോഴും ഓൺ ബോർഡ് റെക്കോർഡിംഗ് ഓൺ ആക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ പരിപാടിയൊക്കെ നടത്തുക. കാരണം ഇൻ കേസ് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഇൻട്രപ്ഷൻ വന്ന് കട്ടായി പോവുകയാണെങ്കിലും ഓഡിയോ ബാക്കപ്പ് ഇതിനകത്ത് ഉണ്ടാവും. ഇനി ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഫോർ ഐഫോൺ, ഐപാഡ്, ഐപോഡ് എന്നൊക്കെ ആണെങ്കിലും USB Type-C ഡിവൈസസ്, അതായത് ഏത് ആൻഡ്രോയിഡിലാണെങ്കിലും ഇത് വർക്ക് ചെയ്യും കേട്ടോ. നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ, 2 ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് റോഡ് സെൻട്രൽ എന്ന് പറഞ്ഞതും അതേപോലെ പിന്നെ ഒരെണ്ണമാണ് റോഡ് ക്യാപ്ചറും. ഈ 2 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. റോഡ് ക്യാപ്ചർ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറ ഷൂട്ടിംഗ് ആപ്ലിക്കേഷനാണ്. അതിനകത്ത് തന്നെ ഫുൾ കൺട്രോൾ കിട്ടുന്നുണ്ട്. ഐ വുഡ് സേ നിങ്ങൾ റോഡ് സെൻട്രൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസീവർ ഇങ്ങനെ അതിന് USB വഴി കുത്തിക്കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ആവും. ഡിറ്റക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് തന്നെ കൺഫിഗറേഷനൊക്കെ ചെയ്യാം കേട്ടോ. ഈ റിസീവറിന്മേ ഇന്ന് കുത്തി കളിക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് തന്നെ ചെയ്യാം. പിന്നെ ഫേം വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ കുത്തിയിട്ട് ചെയ്യാവുന്ന പരിപാടി. എൻ്റെ കൂടെ ഒരു സ്റ്റോറേജ് പൗച്ചും കൂടെ വരുന്നുണ്ട്, നല്ലൊരു വെൽവെറ്റി ഫിനിഷ് ആയിട്ടുള്ളത്. നമ്മുടെ ചാർജിങ്ങിൻ്റെ ആ ഒരു കമ്പില്ല, ആ കമ്പിൻ്റെ സെയിം സൈസിലാണ് വരുന്നത്. പക്ഷേ ആ കമ്പ് എനിക്ക് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. കാരണം 3 എണ്ണമൊക്കെ നമ്മളെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ലേശം ഇങ്ങനെ വളഞ്ഞു പോകുന്ന രീതിക്കൊക്കെ അത് കൊണ്ട് നടക്കുക. അത് കാരണം ഞാൻ വേറൊരു സാധനം കൂടെ വാങ്ങി. ഇതാണത്, ചാർജിങ് കേസ്. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വിൽക്കുന്നത്, ചാർജ് കേസ് പ്ലസ്. അപ്പോൾ ഇതാണിത്, ആ ഒരു ചാർജ് കേസ് പ്ലസ് എന്ന് പറയുന്ന സാധനം. ഇതൊന്നുമില്ല, ഇത് എനിക്ക് തോന്നുന്നു 4200 mAh എന്തോ ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു പവർ ബാങ്ക് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇത് കണ്ടോ, ഇതൊരു സിബ് ഉണ്ട്. ഈ സിബ് നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ 3 USB-C പോർട്ടുകൾ കാണാം. നമ്മുടെ മൈക്രോഫോൺ ഇങ്ങനെ ഓരോന്നിൻ്റെ അകത്തേക്കും വെക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിനകത്ത് TX1, TX2, RX എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഈ ഓർഡറിൽ തന്നെ ഫിറ്റ് ചെയ്യണം. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് ഓർഡറിലാണെങ്കിലും ഇതിനകത്ത് കുത്താൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും ഫസ്റ്റ് ടൈം ഇത് കുത്തിയിട്ട സമയത്ത് ഞാൻ RX-ൻ്റെ അവിടെ കൊണ്ടുപോയി TX എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. ബട്ട് നിങ്ങളത് ശ്രദ്ധിക്കുക, അതെന്തുകൊണ്ടാണെന്നല്ല, ഒരു ഡിസൈൻ ഫ്ലോ ഇവിടെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് TX-ഉം RX-ഉം നോക്കിയിട്ട് കുത്തുക. ഇനി ഈ കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി ബാക്കിലായിട്ട് നിങ്ങൾക്ക് ഒരു Type-C പോർട്ട് ഉണ്ട്. ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ ചാർജ് ആണോ അത് ചാർജ് കുറവാണോ എന്ന് LED വഴി കാണിക്കും. ഇതിനകത്ത് 3 എണ്ണവും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫുൾ ചാർജ്, മുഴുവൻ ചാർജ് നിങ്ങൾ തീർത്ത് വീണ്ടും ചാർജ് ചെയ്യാനായിട്ടാണെങ്കിൽ 2 വട്ടം ചാർജ് ചെയ്യാൻ പറ്റും. ഏകദേശം 21 മണിക്കൂറോളം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ബട്ട് ഞാൻ പൊതുവേ ചെയ്യുന്നത് വീഡിയോ എടുക്കുക, വീഡിയോ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് ഈ ഒരു കേസിനകത്തേക്ക് വെച്ചിട്ട് അടച്ച് വെക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ടൈം വീഡിയോ എടുക്കുമ്പോൾ ഇത് പുറത്തേക്ക് എടുക്കുക. സോ ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. കാരണം എപ്പോഴായാലും ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടിരിക്കും. എനിക്ക് പിന്നീട് ചാർജ് ചെയ്യണം എന്ന് ചിന്തിക്കേണ്ട. ആ ഒരു ചാർജിങ് കേബിൾ പോലത്തെ സാധനമില്ലേ, അത് വെച്ച് നടക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇൻകൺവീനിയൻ്റ് ആണ്. പുറത്തെടുത്ത് കുത്തി ചാർജ് ചെയ്ത് ഇതാകുമ്പോൾ പലപ്പോഴും കേസ് മാത്രം കുത്തിയിട്ടാൽ മതി. ആൻഡ് കേസ് നല്ല സ്റ്റഡിയാണ്, സ്റ്റോറേജ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാം. ബൈ ദ വേ, എൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടോ മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ. ഞാൻ റോഡിൻ്റെ സാധനം അമേരിക്കൻ ആണ്, പക്ഷേ ചൈനയിൽ ഉണ്ടാക്കാന്നൊക്കെ പണ്ട് വിചാരിച്ചിരുന്നത്. ബട്ട് ദിസ് ഇസ് മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ. അപ്പോഴാണ് മനസ്സിലായി റോഡ് ഒരു ഓസ്ട്രേലിയൻ കമ്പനിയാണ് എന്ന്. ഇതിനകത്ത് പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ജെന്വിൻലി നല്ല ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നി. എന്തെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിനകത്ത് ഇതിൻ്റെ സൈസ് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കാമായിരുന്നു. ഇത് അത്യാവശ്യം ഒരു വലിയ സൈസായിട്ട് തോന്നി. ഇതിൻ്റെ പകുതി സൈസ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആവും. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ പോലെ ബാക്കിൽ ആ ഒരു മാഗ്നറ്റിൻ്റെ പരിപാടി ഇല്ല.
ഇപ്പോൾ മാഗ്നറ്റിക്കലിയും കൂടി തൊട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ്. ആൻഡ് മൂന്നാമത്തെ കാര്യം ഇതിനകത്ത് വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഇല്ല. വൈബ്രേഷൻ ഫീഡ്ബാക്ക് കൊടുക്കണമായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ റെക്കോർഡിംഗ് ബട്ടൺ അമർത്തുന്ന സമയത്ത് വൈബ്രേഷൻ ആവണമായിരുന്നു. റെക്കോർഡാവുന്നു, ഒന്നുകൂടെ അമർത്തുമ്പോൾ വൈബ്രേഷൻ റെക്കോർഡായി കഴിഞ്ഞു. അല്ലെങ്കിൽ ബാറ്ററി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററി തീർന്നു പോകാറായി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈബ്രേഷൻ വഴി അറിയിക്കുവാണെങ്കിൽ നമുക്ക് ഉടനെ റിയാക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ വീഡിയോ മൊത്തം എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് അയ്യോ റെക്കോർഡിംഗ് ലൈറ്റ് കത്തിയിട്ടില്ല, റെക്കോർഡായില്ല. അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പകുതിക്കായിരിക്കും ഇത് ഓഫായി പോകുമ്പോൾ ഞാൻ അറിയില്ല. വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓഫാക്കാൻ നോക്കുമ്പോഴാണ് ലൈറ്റൊക്കെ ഓഫ്, അപ്പോഴാണ് ഇത് ഓഫായി എന്ന് തോന്നുന്നത്. ആ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ടൊരു വൈബ്രേഷൻ കൊടുക്കാമായിരുന്നു, അത് കൊടുത്തിട്ടില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓഡിയോ വൈസ് എനിക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. എന്താ പറയുക, ആ ഒരു പ്രൊഫഷണൽ ഓഡിയോ ക്വാളിറ്റി. കാരണം ഞാൻ എത്ര മൈക്ക് ഉപയോഗിച്ചെന്ന് പറയാം, നമ്മൾ ചാനൽ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം, ഏകദേശം 1 2 3 4 5 6 ബ്രാൻഡുകളുടെ മൈക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈവൻ സൗണ്ട് ക്വാളിറ്റി കേൾക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ടപ്പോഴും ബ്രോ മൈക്ക് മാറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യു ക്യാൻ ഫീൽ ദാറ്റ് ഡിഫറൻസ്. സോ ഇറ്റ്സ് എ എക്സ്പെൻസീവ് പ്രോഡക്റ്റ്. ഏകദേശം എത്രയാണ്, 40,700 രൂപയാണ് MRP ഇട്ടേക്കുന്നത്. ഐ തിങ്ക് 29,000 റുപ്പീസ് സംതിങ് ആണ് മൈക്കിന് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 12,000 റുപ്പീസ് ആണ് നമ്മുടെ കേസിന്, ഒരു ചാർജിങ് കേസിന് വരുന്നത്. സോ ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബട്ട് ഐ വുഡ് സേ ഇറ്റ്സ് എ വെർത്തി ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള മൈക്ക് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് റിയലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ ഉണ്ടോ എന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ മറ്റേ പ്രോഡക്റ്റ് ടാഗിൻ്റെ സെക്ഷനിൽ ഉണ്ടെങ്കിൽ ഇട്ടേക്കാം. ഫുൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.